എടാ ടിൻഡു, എടാ മുത്തശ്ശൻ മരിച്ചിട്ട് 2 ദിവസമായില്ലേ? നീ ഇപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണോ? ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കുക, അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാനാവും? അതെ അച്ഛ, ഓർക്കുമ്പോ സങ്കടം വരുന്നു. ഇനിയിപ്പോ അച്ഛൻ പറഞ്ഞതുപോലെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാം. സാരമില്ല മോനെ. പക്ഷേ മുത്തശ്ശൻ വല്ലാത്തൊരു പോക്കായി പോയി. സഹിക്കാൻ കഴിയുന്നില്ല. മുത്തശ്ശന് സുഖമില്ല എന്ന് പറഞ്ഞല്ലേ ഇത്രയും നാള് ഞാൻ ലീവ് എടുത്തത്. എടാ ദ്രോഹി, നിന്നെയൊക്കെ വല്ലവരും കേട്ടാൽ എന്താ വിചാരിക്കുക? എടാ ടിൻഡു, എന്താ അച്ഛാ? നീ ഒരു കാര്യം ചെയ്യ്. അതെനിക്കറിയാം. അച്ഛൻ പറയേണ്ട ഒരു കാര്യവുമില്ല. എന്ത്? ഇനിയിപ്പോ ലീവ് എടുക്കേണ്ടി വരുമ്പോ അച്ഛന് സുഖമില്ല എന്ന് പറയാനല്ലേ പറ്റൂ. അതൊക്കെ എപ്പോഴേ പ്ലാൻ ചെയ്തു. എടാ നീ ഒന്ന് പത്രം ഓഫീസിൽ ചെല്ലണം. മുത്തശ്ശന്റെ ഫോട്ടോ ഒന്ന് പത്രത്തിൽ കൊടുക്കണം. ഹോ, മരിച്ചു കഴിഞ്ഞപ്പോ എന്തൊരു സ്നേഹം. അങ്ങേര് ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മുത്തശ്ശൻ എത്ര സന്തോഷമാവുമായിരുന്നു. എടാ അത് പിന്നെ ജീവിച്ചിരിക്കുമ്പോ എങ്ങനെയാടാ ഫോട്ടോ കൊടുക്കുന്നത്? ഇത് ചരമകോടത്തിൽ കൊടുക്കാനുള്ളതല്ലേ, സഞ്ജയന്റെ അറിയിപ്പോടുകൂടി. വേണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും കൊടുക്കാം. അതെങ്ങനെയാടാ? ഇതെന്റെ അച്ഛൻ മിക്കവാറും അടുത്തു തന്നെ തട്ടിപ്പോവും. സഞ്ചയനത്തിന് എല്ലാവരും പങ്കെടുക്കണം എന്ന് ദുഃഖാർത്തരായ ബന്ധുക്കൾ. അങ്ങനെ ആ സ്നേഹമുള്ള മക്കൾ വേണ്ടത്, അറിയോ? എന്റെ മാമൻ ഇന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിന് തിരിച്ചു പോവാടാ. ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. എങ്ങനെയുണ്ടാവും? 2 മാസം പുള്ളിയെ സോപ്പടിച്ച് നടക്കുകയല്ലായിരുന്നോ? സോപ്പടിച്ചാലെന്താ? എന്തൊക്കെ ഒപ്പിച്ചു. എനിക്കൊരു ലാപ്ടോപ്പ്, ഇഷ്ടം പോലെ ഗെയിം CD, പിന്നെ ഫിലിം സിറ്റി പോയി സിനിമ, മോളില് കറക്കം. അടിപൊളിയായിരുന്നു അല്ലേടാ? പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇനി അടുത്ത കൊല്ലമേ വരൂ. നീ ഒരു കാര്യം ചെയ്യ്, പോകുന്നതിന് മുമ്പ് നന്നായി ഒന്ന് സോപ്പിട്ടേക്ക്. പിന്നെ നന്നായിട്ട് ഇടണം. അടുത്ത വരവിൽ പുള്ളിയുടെ കല്യാണമാണെന്നാണല്ലോ കേട്ടത്. അതെ അതെ, ഇനി അധികം മോശം ഇടിയൊന്നും നടക്കില്ല. അതിന് പുള്ളിക്കാരിയും കൂടി സോപ്പിട്ടാ പോരെ? അതൊക്കെ ഭാവി കാര്യങ്ങളല്ലേ മോനെ. ഇന്നത്തെ കാര്യം ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. എന്നാൽ പോട്ട് ചേച്ചി. ചേട്ടാ ടിൻഡു. പോണ്ട മാമൻ പോണ്ട, ഞാൻ വിടില്ല. എന്താ ടിൻഡു ഇത്? മാമൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരില്ലേ? പിന്നെന്താ? എന്നാലും ഇപ്പൊ പോണ്ട, എനിക്ക് വിഷമാവും. എന്തോരം കഥകളാ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളേ. നിനക്ക് വേണേ ഇന്നു മുതൽ ഞാൻ കഥ പറഞ്ഞു തരാമടാ. എനിക്ക് കേൾക്കണ്ട അച്ഛന്റെ അവിഞ്ഞ കഥ. കാക്കി പൂച്ച എലിയും മാമൻ സൂപ്പർമാന്റെയും സ്പൈഡർമാന്റെയും ഒക്കെ കഥയാ പറഞ്ഞു തരാ. എനിക്ക് അതാ ഇഷ്ടം. വീട് മോനെ. ഇനി എത്ര നാള് കഴിഞ്ഞാ മാമനെ ഒന്ന് കാണാൻ കിട്ടുക? മോൻ കരയണ്ട. മാമനെ പോകാൻ സമ്മതിച്ചാൽ നിനക്ക് ഞാൻ കാഡ്ബറീസിന്റെ ഫാമിലി പാക്ക് മേടിച്ചു തരാം, കേട്ടോ? എന്നാ ശരി മാമ, ചെല്ല് ലേറ്റ് ആക്കണ്ട, ഫ്ലൈറ്റ് മിസ്സാവും. D&D wrong.